ഉമ്മമാരെ, റമളാനിലെ പ്രത്യേകമായ ഇബാദത്ത് ഖുർആൻ ഖത്തം തീർക്കണം. അല്ലാഹു നമുക്കതിന് ഭാഗ്യം തരട്ടെ. റമളാനിൽ ചുരുങ്ങിയത് എത്ര ഖത്തം ഓതണം? ചൊല്ലിങ്ങൊക്കെ ചുരുങ്ങിയത് 2 ഖത്തം ഓതണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിന്റെ അപ്പുറങ്ങൾ എത്ര വേണമെങ്കിലും ഒതുക്കോളി, കൂടുതൽ എത്ര വേണമെങ്കിലും ഒതുക്കോളി. റമളാൻ എന്ന് പറഞ്ഞാൽ ഖത്തം ഓതേണ്ടതാണ്. അതുകൊണ്ടാണ് ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ അല്ലാഹു തആല ഇറക്കിയ മാസമാണ് റമളാൻ. ആ ഖുർആൻ ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് വലിയ സന്മാർഗമാണ് പരിശുദ്ധ ഖുർആൻ, വഴികാട്ടിയാണ് ഖുർആൻ. അതുകൊണ്ടല്ലേ റമളാനിൽ ഖുർആൻ ഇറക്കിയ മാസമായതുകൊണ്ട് ധാരാളം ഖത്മ തീർക്കണേ. ഓ കാരണവന്മാരെ, ഓ യുവാക്കളെ, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആനിനോട് വലിയ കടപ്പാട് കാണിച്ച മഹാനാണല്ലോ. എനിക്ക് റബ്ബിന്റെ കലാമായ ഖുർആനിനോട് എത്ര കണ്ട് കടപ്പാട് കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ റബ്ബിന്റെ കലാമായ ഖുർആനിനോട് എത്ര കടപ്പാട് കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഷാഫി ഇമാമിനെ നോക്കൂ നിങ്ങൾ. റമളാൻ അല്ലാത്ത എല്ലാ മാസങ്ങളിലും എല്ലാ ദിവസവും ഓരോ ദിവസം ഓരോ ഖത്മ തീർക്കുന്ന ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു റമളാൻ ആയാലോ അതേ ഒരു ദിവസം 2 ഖത്ം തീർക്കുകയാണ്. ഇങ്ങനെ ഒരു മാസം കഴിയുമ്പോഴേക്ക് 60 ഖത്ം തീർക്കുന്നു. മറ്റുള്ള മാസങ്ങളിലൊക്കെ 30 ആണെങ്കിൽ റമളാനിൽ ഡബലാണ്. കാരണം ഇബാദത്തുകൾ അധികരിപ്പിക്കേണ്ട മാസമാണ് റമളാൻ. മറ്റുള്ള മാസങ്ങളുടെ ഇബാദത്തും റമളാനിന്റെ ഇബാദത്തും അത് തുല്യമായി പോകരുത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഞാൻ നിങ്ങളോട് ചോദിച്ചില്ലേ റമളാനിൽ ഏറ്റവും ചുരുങ്ങിയത് എത്ര ഖത്ം? ചില ആളുകൾ റമളാനിൽ 1 ഖത്മ തീർത്തിട്ട് വലിയ സമാധാനിക്കും. പോരാ, റമളാനിൽ 1 ഖത്മ മാത്രം തീർത്താൽ ഖുർആനിനോട് ഹക്ക് ഓൻ വീട്ടിയവനാകൂല എന്നാ പറയണേ. ഒരു വർഷത്തിൽ 2 തവണ ഖത്തം തീർത്താൽ മാത്രമേ ഫഖദ് അദ്ദാ ഹഖഹു. മുത്തഅല്ലിമീങ്ങളെ ഫത്വയിൽ മുന്നിലുണ്ടല്ലോ, പരിശുദ്ധ റമളാനിൽ ധാരാളം അധികരിപ്പിക്കേണ്ടത് ഖുർആൻ ഓത്താണ് എന്ന് പറഞ്ഞവിടെ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു മഹാനവരുകൾ പറഞ്ഞു എന്ന് പറഞ്ഞ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയാണ്. വഖാല അബൂ ഹനീഫ, ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, മൻ ഖറഅൽ ഖുർആന ഫീ കുല്ലി സനത്തിൻ മറത്തൈനി ഫഖദ് അദ്ദാ ഹഖഹു. എല്ലാ വർഷവും 2 തവണ ഖുർആൻ ഓതിയാൽ ഖുർആനിനോടുള്ള ഹക്ക് അവൻ വീട്ടി. അപ്പം നിങ്ങൊന്ന് ആലോചിച്ച് നോക്കി, ഞങ്ങൾ കഴിഞ്ഞ റമളാനിൽ ഖത്തം തീർത്തിന, ഈ റമളാനിൽ ഇപ്പം തീർക്കാൻ പോന്ന്. അതിൻ്റെ നടുവിൽ ഞങ്ങൾ ഖുർആൻ ഫുള്ളായിട്ട് ഓതിയിട്ട് തീർത്തിട്ടില്ല. ഞമ്മ യാസീൻ ഓതുന്നോ? യാസീന് 4 ഓതുന്നോ? ഓതാത്ത ഉമ്മമാരൊന്നുമില്ല. ഓതുന്നാൽ എല്ലാവരെ കുറിച്ചല്ലോ പറയണേ. ചില ഉമ്മമാരും ചില പുരുഷന്മാരൊക്കെ മാസത്തിൽ ഓരോ മാസം ഖത്തം തീർക്കണ എത്രയോ ആളുകളുണ്ട്. അള്ളാഹു അവരെ ബർക്കത്തുണ്ട്, ഞങ്ങൾക്കും അതിനുള്ള തൗഫീഖ് തരട്ടെ. അതേ സമയത്ത് കഴിഞ്ഞ റമളാനിൽ ഖത്തം തീർത്ത ആളുകൾ ഈ റമളാൻ വരെ ഖത്തം തീർത്തിട്ടില്ല. ഇനിയിപ്പോ ഈ റമളാനിൽ ഖത്തം തീർക്കാൻ വേണ്ടി നോക്കാണ് എങ്കിൽ ഞമ്മ ഏറ്റവും ചുരുങ്ങിയത് മനസ്സ് കാണിക്കണം, റമളാനിൽ 2 തവണ 2 ഖത്തം തീർക്കണം. അള്ളാഹു ഭാഗ്യം തരട്ടെ. അൽഹംദുലില്ലാ. ഓൻ ദമ്മ് വിടുന്നേനെ എന്താ നിങ്ങൾ എന്ത് പറയുന്ന അറിയില്ല, ശ്വാസം വിടുന്നതാ. എന്ത് 1 ഖത്തമായിന് ഓൻ കട്ടി ഇരുന്നിട്ട് 1 ഖത്തം തീർക്കുമ്പോൾ തന്നെ ഓൻ പറയുന്നത് അൽഹംദുലില്ലാ, എന്നെ കൊണ്ട് 1 ഖത്തമായബ്ബാ, അൽഹംദുലില്ലാ. പോരാന്ന് പറയുന്നേ, പോരബ്ബാ, 1 ഖത്തം പോരാ. വർഷത്തിൽ 2 ഖത്തം തീർക്കണോ? ഞങ്ങൾ റമളാന് വന്നിട്ട് തന്നെ 1 ഖത്തം തീർക്കുന്നെങ്കിൽ ബാക്കിയുള്ള സമയത്ത് നമ്മൾ അനവരെന്ത് അവസ്ഥ എന്ത്? അപ്പൊ അതുകൊണ്ട് നമ്മളൊരു തീരുമാനം എടുക്കണം. ഈ റമളാനിൽ ചുരുങ്ങിയത് കൂടുതൽ എത്ര മോതാ 10 ഖത്തം തീർക്കണവരുണ്ട്. അതൊന്നും ഞാൻ പറയില്ല. ഏറ്റവും ചുരുങ്ങിയത് 1 ഓതിട്ട് സമാധാനിക്കാൻ പറ്റൂലെന്ന്. കാരണം എന്താ?
നമ്മൾ പിന്നെ അടുത്ത റമദാനിലായിരിക്കും പിന്നെ ഖത്ം ഓതുക. അതേ സമയത്ത് അബൂ ഹനീഫ ഇമാം പറഞ്ഞതോ, സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ അബൂ ഹനീഫ ഇമാം പറഞ്ഞ വാക്ക് ഫത്ഹുൽ മുഈനിൽ വെറുതെ പറഞ്ഞതാണോ? മഹാനവരുകൾ പറയാണ്, വർഷത്തിൽ ഒരു 2 ഖത്ം ഓതിയാലേ ഖുർആനിനോട് ഹക്ക് വീട്ടിയവനാകൂ. ഓ സുഹൃത്തുക്കളെ, നമുക്ക് ഏറ്റവും വലിയ ഹക്കല്ലേ അല്ലാഹുവിൻ്റെ കലാമായ പരിശുദ്ധ ഖുർആനിനോട് നമുക്ക് വലിയ ഹക്കുണ്ടല്ലോ. ആ ഖുർആനിനോടുള്ള ഹക്ക് വീട്ടിയവരാകണോ. ചുരുങ്ങിയത് റമദാനിൽ ഒരു 2 ഖത്മെങ്കിലും ഓതണം കേട്ടോ. ഒരു ഖത്മ് മാത്രം ഓതിയിട്ട് നിർത്തണ്ട. ഏറ്റവും ചുരുങ്ങിയത് 2 ഓതണം. കൂടുതൽ എത്ര വേണമെങ്കിലും ഓതൂ. അത് തന്നെയല്ലേ അബുൽ ലൈത്ത് സമർകന്ദി റളിയല്ലാഹു അൻഹു തന്റെ ബുസ്താൻ എന്ന കിതാബിൽ പറഞ്ഞതും സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈനിൽ അബൂ ഹനീഫ ഇമാം പറയുന്ന വാചകത്തിന്റെ മുമ്പ് മഹാനവരുകൾ പറഞ്ഞില്ലേ, എല്ലാ വർഷവും ചുരുങ്ങിയത് 2 വട്ടമെങ്കിലും ഖുർആൻ ഫുള്ളായിട്ട് ഓതി തീർക്കണം കേട്ടോ. എനിക്ക് നല്ല ഈമാൻ ലഭിക്കണോ? ഓ സുഹൃത്തുക്കളെ, തഖ്വ ലഭിക്കണോ? ഞാനൊന്ന് നന്നാകണോ? എനിക്കതാ ഈമാനോടെ ജീവിക്കാൻ കഴിയണം, ഈമാനോടെ മരിക്കാൻ കഴിയണം. അതിന് എൻ്റെ റമളാൻ എനിക്ക് ധാരാളം ഉപയോഗത്തിന് വരണോ. ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾക്ക് അതാ ഒരു കയ്യും കണക്കുമുണ്ടോ? ഓ ഉമ്മമാരെ, മനസ്സ് ഫുള്ളായി കറുത്തുപോയില്ലേ? ഓ കാരണവന്മാരെ, ചെറുപ്പക്കാരെ, കൽബ് കറുത്തിരുണ്ട് പോയില്ലേ? ആ കൽബൊന്ന് വെളുപ്പിക്കണോ? ഓ ഉമ്മമാര് വലിയ തിരക്കിലായിപ്പോ വീട്ടിന്റെ വാതിൽ വൃത്തിയാക്കുന്നു, കിളിവാതിൽ വൃത്തിയാക്കുന്നു, ജനല് വൃത്തിയാക്കുന്നു, പാത്രങ്ങൾ മുഴുവനും തേച്ച് വൃത്തിയാക്കുന്നു, പുതപ്പുകളും വിരിപ്പുകളും മുഴുവനും വൃത്തിയാക്കുന്നു, വീടിന്റെ ഉള്ളും വീടിന്റെ പുറവും വൃത്തിയാക്കുന്നു. എന്നാൽ എല്ലാം വൃത്തിയാക്കി അതാ വെളുപ്പിക്കാൻ നോക്കുന്ന ഉമ്മമാരെ, നിങ്ങളെ ശരീരത്തിന്റെ ഉള്ളിലില്ലേ ഒരു വസ്തു, അതല്ലേ ഹൃദയം. ആ ഹൃദയം കറുത്തുപോയത് നിങ്ങൾ കണ്ടില്ലല്ലോ. എന്റെ ഹൃദയം കറുത്തുപോയത് ഞാൻ കണ്ടില്ലല്ലോ. ചോദിക്കട്ടെ, നിങ്ങൾ പലതും വെളുപ്പിക്കാൻ നോക്കിയ നിങ്ങളെ കൽബിനെ ഒന്ന് വെളുപ്പിക്കേണ്ടതില്ലേ? ആ ഹൃദയത്തെ ഒന്ന് ഭംഗിയാക്കി എടുക്കേണ്ടതില്ലേ? അതിന് ഏറ്റവും ഉതകുന്ന മാസമല്ലേ പരിശുദ്ധ റമളാൻ. ആ റമളാൻ മാസം കൊണ്ട് എൻ്റെ ഹൃദയം പ്രകാശിക്കണോ? അതിന് എന്ത് വേണം? നല്ല കുറ്റബോധം വേണം, നല്ല സഹതാപം വേണം, നല്ല അതാ പശ്ചാത്താപം വേണം. റമളാൻ സുബ്ഹാനല്ലാഹ്, കിട്ടിയവർക്ക് റമളാൻ കിട്ടിപ്പോയി, കിട്ടാത്തവർക്ക് ജീവിതത്തിൽ എത്ര റമളാൻ വന്നുപോയി, ഒരു പ്രയോജനത്തിനും കിട്ടിയോ? അതുകൊണ്ടല്ലേ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ ഇരിക്കുന്ന സമയത്ത് ഉറക്കെ അങ്ങ് ആമീൻ പറയുന്നു. സ്വഹാബത്തിന് മനസ്സിലായില്ല എന്തേ തങ്ങൾ മിമ്പറിൽ ഉള്ള സമയത്ത് ആമീൻ പറയുന്നത്. ആമീൻ പറയുന്നത് ദുആക്കാണല്ലോ. ദുആ ചെയ്യുമ്പോഴല്ലേ ആമീൻ എന്ന് പറയല്. എന്നാൽ ഏത് ദുആയാണ് ഇവിടെ നടന്നത്? ഒരു ദുആയും കേട്ടിട്ടില്ലല്ലോ. അതേ സമയത്ത് മിമ്പറിൽ ഉള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ആമീൻ പറയുകയാണല്ലോ. സ്വഹാബത്ത് തങ്ങളോട് ചോദിച്ചില്ലേ, നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് തങ്ങൾ ആമീൻ പറഞ്ഞത്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ജിബ്രീൽ അലൈഹിസ്സലാം ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു ദുആ നടത്തിയിട്ട് എന്നോട് ആമീൻ പറയാൻ പറഞ്ഞതാണ്. അങ്ങനെ ആമീൻ പറഞ്ഞതാണ് സ്വഹാബത്തെ.
സ്വഹാബത്ത് ചോദിച്ചു, നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ജിബ്രീൽ അലൈഹിസ്സലാം നടത്തിയ ദുആ ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അദറക റമളാൻ. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറയാണ്, ഒരാൾക്ക് ഒരു റമളാൻ കിട്ടി, ഒരാൾക്ക് റമളാൻ കിട്ടി, പക്ഷേ അയാളുടെ പാപം ആ റമളാൻ കൊണ്ട് പൊറുക്കപ്പെട്ടിട്ടില്ല. ആ മനുഷ്യനെ അല്ലാഹു തആല റബ്ബിന്റെ റഹ്മത്തിൽ നിന്ന് മാറ്റി നിർത്തട്ടെ എന്ന ദുആ ജിബ്രീൽ അലൈഹിസ്സലാം നടത്തിയിട്ട് എന്നോട് ആമീൻ പറയാൻ പറഞ്ഞതാണ് സ്വഹാബത്തെ. ഈ ഹദീസിൽ നിന്ന് എന്താണ് എനിക്കും നിങ്ങൾക്കും മനസ്സിലായത്? എന്താ മനസ്സിലായ? റമളാൻ കൊണ്ട് എന്താ ഉണ്ടാകേണ്ടതെന്ന് ചോദിച്ചാല്, ചില മനുഷ്യന്മാരൊക്കെ ഉണ്ട് റമളാൻ വരെ നല്ല മെലിഞ്ഞിട്ടുണ്ടാവും, റമളാൻ കഴിയുമ്പോഴേക്ക് നല്ല തടിയൊക്കെ വന്നിട്ട് ഭയങ്കര ഗസ്, ഭയങ്കര ഉഷാറായിന്. എന്തേ? ഓ റമളാൻ നല്ല തടിക്ക് പിടിച്ചിന്, റമളാൻ നല്ലോണം പിടിച്ചിന് തടിക്ക്. എന്താ പിടിക്കാതെ? സമോസം തിന്നുന്ന്, ചിക്കൻ റോളും തിന്നുന്ന്, റാഗിൻ്റെ മണ്ണി വേറെ, പിന്നെ തേങ്ങൻ്റെ കഞ്ഞി വേറെ, അല്ലേ, മസാല കഞ്ഞി വേറെ, എന്തെല്ലോ എന്തെല്ലോ. അങ്ങനെ തടിക്ക് പിടിക്കാനുള്ളതല്ല റമളാൻ, തടിക്കല്ല റമളാൻ പിടിക്കേണ്ടേ. പിന്നെ പിന്നെ കൽബക്ക് പിടിക്കണം റമളാൻ. അല്ലാഹു ഞങ്ങളെ റമളാൻ അങ്ങനെ ആക്കി തരട്ടെ. റമളാൻ വന്നിട്ട് എന്ത് ഞങ്ങൾക്ക് പ്രയോജനമാവണം ചൊല്ലെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ്, ഒരു റമളാൻ വന്നിട്ട് ഓൻ്റെ പാപം മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കാൻ കഴിഞ്ഞിനാ ഓങ്കെന്തിയോ ഇല്ലേ ഓൻ സോത്തോ. അങ്ങനെ വരാം, ഇവിടെ അങ്ങനെയല്ല വരാ, അങ്ങനെ വരാ. ഓങ്കെന്തിയോ എന്നല്ല പറയില്ല, ഇവിടെ ഇല്ല. ആ അത് ശരി, വേറെ സ്ഥലത്ത് അല്ലത് അങ്ങനെ പറയും. ഓൻ ജയിച്ചു. റമളാൻ വന്നിട്ട് ഓൻ്റെ ദോഷങ്ങൾ മുഴുവനും പൊറുപ്പിക്കാൻ ഓനെ കണ്ട് കഴിഞ്ഞാ ഓൻ ജയിച്ചു. ഇല്ലേ ഓന് റമളാൻ്റെ മുമ്പും അങ്ങനെ തന്നെ, റമളാനിലും അങ്ങനെ തന്നെ, റമളാൻ്റെ പിന്നും അങ്ങനെ തന്നെ. ചില മനുഷ്യന്മാരെല്ലാം കാണുന്നില്ലേ താടി വെക്കുന്നാര്? എപ്പോ? റമളാനക്ക് താടി വെക്കുന്നാര്. റമളാൻ കഴിയലോടുകൂടെ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോൾ താടിയില്ല, എന്തില്ല, എല്ലാം പോയിന്. എന്തില്ല? അത് റമളാൻ കഴിഞ്ഞല്ലേ, അങ്ങനെയാന്ന് ഒരു മാറ്റം വേണ്ടേ? അങ്ങനല്ല. റമളാനിൽ തലയിൽ തൊപ്പി കാണും, നല്ല ഉഷാറായിട്ട് തലയിൽ തൊപ്പിയെല്ലാം ഉണ്ട് റമളാനിൽ. പെരുന്നാൾ നിസ്കാരത്തിൽ നിന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ പിന്നെ തലയിൽ തൊപ്പിയില്ല, എന്തുമില്ല. എന്തേ? റമളാൻ കഴിഞ്ഞല്ലേ. എന്താ റമളാനിൽ മാത്രം താടി വെക്കാനുള്ളതാ? അല്ല, റമളാനിൽ വെച്ച താടി പിന്നും കാണുന്നുണ്ടാ ഓൻ്റെ റമളാൻ കൊണ്ട് ഓർക്ക് ഗുണം കിട്ടിയെന്ന് അർത്ഥം. റമളാനിൽ വെച്ച തൊപ്പി തലയിൽ പിന്നെയും കാണുന്നുണ്ടാ ഓൻ്റെ റമളാൻ കൊണ്ട് ഓർക്ക് പ്രയോജനം കിട്ടിയിട്ടുണ്ടെന്ന് അർത്ഥം. റമളാനിൽ എപ്പോഴും ജമാഅത്തിന് നിസ്കാരത്തിന് വന്നുകൊണ്ട് ഓ റമളാൻ കഴിഞ്ഞ പിന്നവും ജമാഅത്തായി നിസ്കരിക്കുന്നുണ്ട്, എന്നാൽ റമളാൻ ഉപയോഗം കിട്ടിനേന്ന്. ഇല്ലെങ്കിൽ ഓ ഏതോ ശൈത്താൻ്റെ ചതിയിൽ വീണിനോ, അങ്ങനെയാണ്. അല്ല ഉസ്താദ്, ശൈത്താനെല്ലാം കെട്ടിവെക്കുന്നതല്ലേ നിങ്ങനെ വാതിൽ ചൊല്ലുന്നേ ഒക്കെ ഞങ്ങളെ ചൊന്നത് അങ്ങനെ തന്നെ. അത് ബെൽബെല്ലി ശൈത്താനെ മാത്രം. മറദത്തു ശയാത്തീൻ, കുഞ്ഞു ശൈത്താന്മാർ അപ്പോഴും കളിച്ചുകൊണ്ടിരിക്കും. മറദത്തു ശയാത്തീൻ എന്ന് പറഞ്ഞിട്ട് ശൈത്താന്മാരെ കൂട്ടത്തിൽ വലിയ വലിയ തിമിംഗള ശൈത്താന്മാരുണ്ട്. ഓരെയാണ് ചങ്ങലൽ കെട്ടിവെക്കുന്നത്. വസുഫിദത്തി ശയാത്തീൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. കുഞ്ഞു ശൈത്താന്മാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിണ്ടാവും. അതിനെ ഞാൻ പറഞ്ഞു തന്നത്, റമളാന് കിട്ടിയിട്ട് എന്ത് നേട്ടം ഉണ്ടായെന്ന് ചോദിച്ചാൽ എൻ്റെ പാപം പൊറുക്കപ്പെടാൻ കഴിഞ്ഞു. അതിനേക്കാൾ വലുത് എന്താണ്? അതുകൊണ്ടല്ലേ നോമ്പ് നോറ്റതിൻ്റെ മഹത്വം പറഞ്ഞപ്പോൾ, തറാവീഹ് നിസ്കരിച്ചതിൻ്റെ മഹത്വം പറഞ്ഞപ്പോ, രണ്ടിൻ്റെ മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ. അവന്റെ മുൻകാലങ്ങളിൽ വന്നുപോയ പാപമല്ല പുറത്തു കൊടുത്തു. നോമ്പ് നോറ്റവനും കിട്ടുന്ന നേട്ടം അതാണ്, തറാവീഹ് നിസ്കരിച്ചവനും കിട്ടുന്ന നേട്ടം അതാണ്. രണ്ടിന്റെ നേട്ടവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവന്റെ പാപമല്ല പുറത്തു കൊടുത്തു എന്നല്ലേ.
ആ പാപം ഈ റമദാനോടുകൂടെ പുറത്തു കിട്ടണം. അതിന് ഖൽബിൽ നല്ല കുറ്റബോധം വേണം, നല്ല തൗബ വേണം. ഓ ചെറുപ്പക്കാരെ, നന്നാകൂല എന്ന് തീരുമാനിക്കണ്ട അനുജാ. മറക്കപ്പുറത്തിരുന്ന് വാല് കേൾക്കുന്ന യുവതികളെ, ഉസ്താദേ നിങ്ങൾ എത്ര പറഞ്ഞു തന്നാലും ഞാൻ നന്നാകൂലെന്ന് തീരുമാനിക്കണ്ട. ഞാൻ നന്നാകുമെന്ന് തീരുമാനിക്കുക, എന്നാ നന്നാകും. അതുകൊണ്ടല്ലേ ഒരു നല്ലൊരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ജീവിതത്തിൽ വല്ലാത്ത ഒരു മാറ്റം വന്നുപോയി. ആ മനുഷ്യന്റെ ഖൽബിൽ ഒരു ചിന്തയാണ്, ഞാനൊന്ന് റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങണോ, എന്റെ റബ്ബിലേക്ക് താണുകേണപേക്ഷിച്ച് മടങ്ങണോ, ഞാൻ എന്റെ റബ്ബിലേക്കൊന്ന് തൗബ ചെയ്ത് മടങ്ങണോ. ആ മനുഷ്യൻ തൗബ ചെയ്യാനുള്ള കാരണം എന്താണ്? ആ പറയാണ്, ഞാനതാ ഒരിക്കലിങ്ങനെ മലർന്നു കിടക്കുകയാണ്. ഞാനിങ്ങനെ ഒരിക്കൽ മലർന്നു കിടക്കുന്നു. നിങ്ങളെന്താ പറയാ? മലർന്നു കിടക്കാന്ന് പറയാ? മുഖം മീത്തൊക്കെ കിടക്കുന്നതിന് എന്താ പറയുന്നത്? മലർന്നു കിടക്കാൻ. ഞാൻ മലങ്കന എന്ന് പറയും. മലങ്കന കിടക്കുന്നേ, നേരെ മുഖം ഇങ്ങനെ നിലത്തേക്ക് ഇട്ടിട്ട് കിടക്കുന്നതിന് കങ്കന കിടക്കുന്നതെന്നറിയും. നിങ്ങൾക്ക് അമിഞ്ഞ് കിടക്കാം. ഏതായാലും രണ്ടിൻ്റെയും തുടക്കത്തിൽ മാ ഉണ്ടു കാ ഉണ്ടു അല്ലേ? ഉണ്ട്. സമാധാനമാവാം. ഞങ്ങൾക്ക് എന്തോ ടച്ചുണ്ടു. ടച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ വരുമോ വേദാരാണ്. അപ്പോ ഇങ്ങനെ ഞാൻ മലർന്നു കിടക്കുകയാണ്. ആ മഹാൻ പറയാണ്, ഞാൻ ഇങ്ങനെ മലർന്നു കിടക്കുകയാണ്. അപ്പോഴാണ് പക്ഷികളിങ്ങനെ തസ്ബീഹ് ചൊല്ലുന്നത് ഞാൻ കേൾക്കുന്നു. ആ പക്ഷികളിങ്ങനെ തസ്ബീഹ് ചൊല്ലുന്നത് കേൾക്കുമ്പോൾ എൻ്റെ ഖൽബിൽ ഒരു മാറ്റം വന്നുപോയി. അല്ലാഹുവിൻ്റെ അടിമകളെ കൂട്ടത്തില് ഏറ്റവും ശ്രേഷ്ഠമായവനല്ലേ മനുഷ്യൻ. ആ മനുഷ്യ വിഭാഗത്തിൽപ്പെട്ട ഞാൻ തസ്ബീഹ് ചൊല്ലുന്നില്ലല്ലോ. അതേ സമയത്ത് പക്ഷികൾ തസ്ബീഹ് ചൊല്ലുന്നു. ഉടനെ എൻ്റെ മനസ്സിൽ ഒരു മാറ്റം വന്നുപോയി. ഞാനൊന്ന് നന്നാകണോ, ഞാനൊന്ന് റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങണോ, ഞാനൊന്ന് തസ്ബീഹ് ചൊല്ലണോ, ഞാനൊന്ന് തൗബ ചെയ്യണോ. ഞാനതാ പിന്നെ ഞാൻ ദുനിയാവിനെ അങ്ങ് തിരിഞ്ഞു കളഞ്ഞു. പിന്നെ എനിക്ക് ദുനിയാവ് വേണ്ട എന്ന ഒരു ചിന്ത. പിന്നെ ഞാനതാ മുന്നിട്ടിറങ്ങുന്നു. ഇലൽ മൗലാ, യജമാനനായ റബ്ബിലേക്ക് മുന്നിട്ടിറങ്ങുന്നു. എൻ്റെ റബ്ബിനെ ഞാൻ മുന്നിൽ കാണുന്നു. ഞാൻ എൻ്റെ മനസ്സ് എൻ്റെ റബ്ബിലേക്ക് തിരിക്കുന്നു. എന്നെ എൻ്റെ റബ്ബിലേക്ക് എത്തിക്കാൻ ഒരു സ്വാലിഹായ മനുഷ്യൻ വേണം എൻ്റെ കൈപിടിക്കാൻ എന്ന് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചു. അങ്ങനെ ഞാൻ ആ നല്ല മനുഷ്യൻ ആരാണെന്ന് ഞാൻ ഇങ്ങനെ തേടിപ്പോകുന്നു. തേടിപ്പോകുമ്പോൾ പോകുന്ന വഴിയിൽ ജീവിച്ചിരിപ്പുള്ള ഒരു നബിയുണ്ടല്ലോ. ഇന്നും വേണമെങ്കിൽ കാണാൻ പറ്റിയ ഒരു നബിയില്ലേ? ഇന്നും വേണമെങ്കിൽ കാണാൻ പറ്റിയ ജീവിച്ചിരിപ്പുള്ള ഒരു നബിയുണ്ടല്ലോ. ആരാണ് ആ നബി? അബുൽ അബ്ബാസുൽ ഖദർ നബി അലൈഹിസ്സലാം. അബുൽ അബ്ബാസുൽ ഖദർ നബി അലൈഹിസ്സലാം. ആ ഖദർ നബി അലൈഹിസ്സലാമിനെ ഞാൻ അതാ പോകുന്ന വഴിയിൽ കണ്ടു. ഞാൻ ഇങ്ങനെ എന്നെ കൈപിടിച്ച് റബ്ബിലേക്ക് എത്തിക്കുന്ന ഒരാളെ വേണം എന്ന് ഞാൻ ഇങ്ങനെ തേടിപ്പോകുമ്പോ പോകുന്ന വഴിയിൽ എനിക്ക് കാണാനിടയായത് അബുൽ അബ്ബാസുൽ ഖദർ നബി അലൈഹിസ്സലാം. ഓ ഉമ്മമാരെ, പഴയ കാലത്തെ ആലിമീങ്ങള് ഖദർ നബി അലൈഹിസ്സലാമിന്റെ പേരിൽ ഫാത്തിഹ ഓതാറുണ്ടായിരുന്നു. ഖദർ നബി അലൈഹിസ്സലാമിന്റെ പേരിൽ യാസീൻ ഓതാറുണ്ടായിരുന്നു. ഞാൻ ഇക്കാലത്തുള്ള ഉമ്മ പെങ്ങന്മാരോട് പറയട്ടെ, ഖദർ നബി അലൈഹിസ്സലാമിന്റെ പേരിൽ ഫാത്തിഹ ഓതിയാൽ, ഖദർ നബി അലൈഹിസ്സലാമിന്റെ പേരിൽ യാസീൻ ഓതി ദുആ ചെയ്താൽ ആ ദുആക്ക് വലിയ ഇജാബത്താണ് കേട്ടോ. ആ ദുആക്കുള്ള ഉത്തരം പെട്ടെന്ന് നേടിയെടുക്കും കേട്ടോ. അതുകൊണ്ടാണ് പഴയ കാലത്തെ ആലിമീങ്ങള് അവര് ഫാത്തിഹ വിളിച്ചിട്ട് ഫാത്തിഹ ഹദിയ ചെയ്യുമ്പോ വഇലാ ഹളറത്തി നബിയില്ലാഹി അബുൽ അബ്ബാസുൽ ഖദർ അലൈഹിസ്സലാം. ഇന്നത്തെ പുതിയ മൊയ്ലാമാരെല്ലാം ദുആ കാണാറില്ല.
പുതിയ പുതിയ മൈലാമാരിൽ ആ ദ്വാ കാണാറില്ല. നിങ്ങൾ ദ്വാരക്കണം കേട്ടാ, നിങ്ങൾ ദ്വാരക്കണോ? നിങ്ങളൊക്കെ പുതിയ പുതിയ മൈലാമാരാണ്, നിങ്ങൾ ദ്വാരക്കണം. പഴയ കാലത്തൊക്കെ അങ്ങനെയാണ്. പഴയ കാലത്തെ ആലിമീങ്ങളൊക്കെ ഏത് ഉറൂസിന്റെ വാദും സ്വലാത്ത് വാർഷികത്തിന്റെ വാദ് ആദ്യത്തെ ഒരു ദുആ നടക്കുമ്പോൾ വഇലാ ഹളറത്തി നബിയില്ലാഹി അബിൽ അബ്ബാസുൽ ഖളർ അലൈഹിസ്സലാം. ആ ഖളർ നബി അന്നുണ്ട് ഇന്നുണ്ട്. ഖളർ നബി അന്നുണ്ട് ഇന്നുണ്ട്. അതുകൊണ്ട് ഖളർ നബി അലൈഹിസ്സലാമിന്റെ പേരിൽ ആദ്യം ചെയ്യണം. അതിന് വലിയ ഫലാണ്, വലിയ ഇജാബത്താണ്. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്ന വിഷയം മറക്കണ്ട. ആ ഖളർ നബി അലൈഹിസ്സലാമിനെ ഞാനതാ ഇങ്ങനെ പോകുമ്പോ വഴിയിൽ വെച്ച് കാണുന്നു. ഖളർ നബി അലൈഹിസ്സലാം എന്നോട് പറഞ്ഞത് എന്താണ്? ഇദ്ഹബ് ഇല ശൈഖ് അബ്ദുൽ ഖാദിർ. ഓ മനുഷ്യ, നീയൊന്ന് നന്നാകണമെന്ന് കരുതിയിട്ട് നടക്കുകയല്ലേ? എന്നിട്ട് നിന്നെ റബ്ബിലേക്ക് എത്തിക്കാൻ ഒരു നല്ല മഹാന് വേണമെന്ന് നീ ആഗ്രഹിക്കുകയല്ലേ? ബഹുമാനപ്പെട്ട BS ഉസ്താദ് നമ്മുടെ വേദിയിൽ വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അപ്പൊ ഖളർ നബി അലൈഹിസ്സലാമിനെ കണ്ടപ്പോ ഖളർ നബി അലൈഹിസ്സലാം ഈ വന്നയാളോട് പറയാണ്, നിങ്ങള് ഒരു നല്ലയാളെ തേടി പോവുകയാണല്ലോ. പടച്ച റബ്ബിലേക്ക് നിങ്ങളെ എത്തിക്കാൻ പറ്റിയ ഒരു നല്ലയാള്. നിങ്ങൾ വേറെ ആരെയും തേടേണ്ടതില്ല. പോകൂ, നിങ്ങൾ ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ അഅ്ലം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ആ മഹാനരുടെ അരികിലേക്ക് പോകൂ. കാരണം ഞാൻ ആ മഹാനരുടെ സദസ്സിൽ ഇരിക്കാറുണ്ടായിരുന്നു. ആ മഹാനര സദസ്സിൽ ഉണ്ടായപ്പോ ശൈഖ് ജീലാനി തങ്ങൾ ഒരു വാക്ക് പറഞ്ഞു. അല്ലാഹു തആല റബ്ബിന്റെ അടിമകളിൽപ്പെട്ട ഒരു അടിമയെ ഇതാ എന്നിലേക്ക് ഇപ്പൊ പറഞ്ഞു വിടുകയാണ്. അതുകൊണ്ട് ഖളർ നബിയെ അലൈഹിസ്സലാം, നിങ്ങൾ ആ അടിമയെ കണ്ടാൽ അയാളെ എന്നിലേക്ക് പറഞ്ഞേക്കണോ? ഈ മനുഷ്യൻ ഖളർ നബി അലൈഹിസ്സലാമിന്റെ വാക്ക് കേട്ട് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു തങ്ങളെ സദസ്സിലേക്ക് പോവാണ്. സദസ്സിലങ്ങ് കയറിയപ്പോഴേക്ക് ശൈഖ് ജീലാനി തങ്ങൾ അവിടുന്ന് പറയാണ്, മർഹബൻ ബിമൻ ജദബഹുർ റബ്ബു ഇലൈഹി ബിഅൽസിനതി ത്വയ്ർ. പക്ഷിയുടെ ശബ്ദം കേട്ട് തസ്ബീഹ് കേട്ട് എന്നിലേക്ക് അല്ലാഹു തആല എത്തിച്ചു തന്ന ആ റബ്ബിന്റെ അടിമക്ക് സ്വാഗതം. നോക്കൂ നിങ്ങള്, ശൈഖ് ജീലാനി തങ്ങളെ സദസ്സിൽ എത്തുകയാണ്. എന്തേ എത്താനുള്ള കാരണം? പടച്ച റബ്ബിലേക്കൊന്ന് എത്തിച്ചേരണം. ആ ചിന്ത മനസ്സിൽ വന്നതെപ്പോഴാണ്? അതേ പക്ഷിയുടെ തസ്ബീഹ് കേട്ടപ്പോഴാണ്. എന്നിട്ടതാ അവിടുന്ന് തൗബ ചെയ്ത് ജീവിക്കുന്നു. ഓ സുഹൃത്തുക്കളെ, എന്റെ റമദാനും നിങ്ങളുടെ റമദാനും ആ റമദാൻ ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് എപ്പോഴാണെന്നറിയുമോ? കേവലം കുറെ ഓതിയത് കൊണ്ട് മാത്രമല്ല, കുറെ നിസ്കരിച്ചത് കൊണ്ട് മാത്രമല്ല, കുറെ സഹായിച്ചത് കൊണ്ട് മാത്രമല്ല, കുറെ സ്വതക്ക കൊടുത്തത് കൊണ്ട് മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിൽ ജീവിതത്തിൽ വന്നുപോയ സർവ്വ തെറ്റുകുറ്റങ്ങളെ ഒന്ന് പൊറുപ്പിക്കാൻ നോക്കണേ. ആ പാപങ്ങൾ പുറത്തു കിട്ടാൻ ഏറ്റവും പ്രാപ്തമായ മാസമല്ലേ പരിശുദ്ധ റമളാൻ. അതിനല്ലേ റമളാനിൽ ഖുർആൻ ധാരാളം ഓതേണ്ടത്. ഉമ്മമാരെ, റമളാനിലെ പ്രത്യേകമായ ഇബാദത്ത് ഖുർആൻ ഖത്തം തീർക്കണം. അല്ലാഹു നമുക്കതിന് ഭാഗ്യം തരട്ടെ. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. റമളാനിൽ ചുരുങ്ങിയത് എത്ര ഖത്തം ഓതണം? ചൊല്ലിങ്ങൊക്കെ റമളാനിൽ ചുരുങ്ങിയത് എത്ര ഖത്തം ഓതണം? നിങ്ങൾ പറയും വേം പറയും എത്ര ഓതണം? നിങ്ങൾ ചൊല്ലി. അല്ല, ഓര് പഠിച്ചിട്ടുണ്ടാവും, നിങ്ങളും പഠിച്ചിട്ടുണ്ടാവും. എന്നാലും
എത്ര ഓതണം ചൊല്ലി? ഒന്ന് പറയും മനുഷ്യന്മാരെ, നിങ്ങളെങ്ങനെ ഒന്ന് പറയും, എത്ര ഓതണം? ഒന്ന് ഓതിയാൽ മതി എന്നുണ്ടാവും അല്ലേ? ഏറ്റവും ചുരുങ്ങിയത് ഒരു ഖത്തും ഇല്ല, ചുരുങ്ങിയത് 2 ഖത്തും ഓതണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിൻ്റെ അപ്പുറങ്ങൾ എത്ര വേണമെങ്കിലും ഒതുക്കോളി, എത്ര വേണമെങ്കിലും. ഉമ്മ എത്ര വേണമെങ്കിലും. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് തുടങ്ങും അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിക്കാൻ, നിൻ്റെത് എത്രയായി, നിൻ്റെത് എത്രയായി, നിൻ്റെത് എത്രയായി, നിൻ്റെത് എത്രയായി, അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിക്കുകയാണ്. പെണ്ണുങ്ങന്മാർക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. കൂടുതൽ ഓതുന്നത് ഓരന്നെ, കൂടുതൽ തസ്ബീഹ് ചൊല്ലുന്നത് ഓരന്നെ, ദിക്ർ ചൊല്ലുന്നത് ഓരന്നെ, എല്ലാം ഓരന്നെയാണ്. അതിലെല്ലാം ഓര് കൊണ്ടുപോയി. അള്ളാഹു ഓർക്ക് വലിയ ബർക്കത്ത് ചെയ്യട്ടെ ഇല്ലേ? അതേ സമയത്ത് അങ്ങനെ ചോദിക്കും അങ്ങോട്ടും ഇങ്ങോട്ട്, നിൻ്റെത് എത്രയായി, നിൻ്റെത് എത്രയായി, നിൻ്റെത് എത്രയായി. അത് ഞമ്മ അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിക്കുന്നത് നല്ലതന്നെ, വേണ്ടെന്നല്ല. കാരണം ഒന്നും കൂടി അതല്ലേ, എൻ്റെ ഇത്ര ആയിനെന്ന് ഓനോട് പറഞ്ഞിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ടൊന്നും വേണ്ട. ഓമ നിൻ്റെ എത്ര? എൻ്റെ 10 ഒക്കെ. പിന്നെ 11ാമത്തെ പൂർത്തിയാക്കാൻ കഴിയാല. ആനം നമോ ഒച്ച വെച്ചിന് അറി 10 എന്ന് പറയുമ്പോൾ മറ്റേ കേൾക്കുന്ന ആൾ പറഞ്ഞില്ലേ 10 അയാൾ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ചങ്ങായിക്ക് പനി വന്നത് തന്നെ, പിന്നെ 11 തീർക്കാനായിട്ടില്ല. അതുകൊണ്ട് എത്ര ആയിനെന്ന് അറിഞ്ഞിട്ട് അപ്പുറം ഒന്നും പറയണ്ട. ഞങ്ങളെ ഭാഷ ഏങ്കെറുക്കാന്ന് പറയാ, ഏങ്കെറുക്കാന്ന്. നിങ്ങളെന്താ പറയാ? നാക്കല്. അതിന് ഭാഷ എന്തും ഇല്ലാന്നുണ്ട് ഇവിടെ അല്ലേ? നേരത്തെ ചോദിച്ചതിനൊക്കെ നിങ്ങൾ മറുപടി അറിഞ്ഞിരിക്കണല്ലോ. ഇതിനെന്തും മിണ്ടാത്തെ നാക്കുന്നില്ലേ? അതിനെന്താ പറയുന്നത്? ഏങ്കെറുക്കാൻ തന്നെ. അമ്മ അതിൽ ഞമ്മിപ്പോൾ അല്ല കിട്ടാത്തത് കൊണ്ട് അങ്ങനെ ആക്കിയതാ അല്ലല്ലേ? അങ്ങനെ തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞത്, അതേ സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് എത്ര ഓതണം? കൂടുതൽ എത്ര വേണമെങ്കിലും ഒതുക്കോളി. റമദാൻ എന്ന് പറഞ്ഞാല് ഖത്തും ഓതേണ്ടതാണ്. അതുകൊണ്ടാണ് മാലിക് ഇമാമിന്റെ ദർസ് വരെ നിർത്താറുണ്ടല്ലോ റമദാനില്. നിങ്ങൾക്ക് ഇപ്രാവശ്യം ദർസ് നിർത്താറില്ല. എൻ്റെ ദർസ് നിർത്തുവോ? നിങ്ങളൊന്നും മിണ്ടാത്തെ? എൻ്റെ ബേജാർ അതാ. നിങ്ങളെ മുഖത്തിലൊരു ക്ഷീണമുള്ളൂ. ഞങ്ങളൊന്നും അല്ല ദർസ് നിർത്തൂല. അതിനിപ്പോൾ ഈ റമദാനിൽ എൻ്റെ ദർസും നിർത്തൂല എന്ന് തീരുമാനിച്ചിരിക്കണം. അതിനുണ്ട് അള്ളാഹു തആല ഞങ്ങൾക്ക് റമദാനിലൊക്കെ പിന്നെ എല്ലാറ്റിനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാന്മാരെ ദർസൊക്കെ നിർത്തുന്നു പഴയ കാലത്ത്. എന്തിനെന്നറിയോ? എന്നിട്ട് ദർസ് നിർത്തിയിട്ട് ഖുർആൻ അങ്ങ് ഓതാനാണ്, ഖുർആൻ അങ്ങ് ഖത്തും തീർക്കാൻ, ഫുള്ളായിട്ട് ഖുർആൻ. കാരണം റമദാൻ എന്ന് പറഞ്ഞാൽ ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, അല്ലാഹുവിൻ്റെ കലാമായ പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ അല്ലാഹു തആല ഇറക്കിയ മാസമാണ് റമദാൻ. ആ ഖുർആൻ ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് വലിയ സന്മാർഗമാണ് പരിശുദ്ധ ഖുർആൻ, വഴികാട്ടിയാണ് ഖുർആൻ. അതുകൊണ്ടല്ലേ റമദാനിൽ ഖുർആൻ ഇറക്കിയ മാസമായതുകൊണ്ട് ധാരാളം ഖത്തും തീർക്കണേ. ഓ കാരണവന്മാരെ, ഓ യുവാക്കളെ, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആനിനോട് വലിയ കടപ്പാട് കാണിച്ച മഹാനാണല്ലോ. എനിക്ക് റബ്ബിൻ്റെ കലാമായ ഖുർആനിനോട് എത്ര കണ്ട് കടപ്പാട് കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ റബ്ബിൻ്റെ കലാമായ ഖുർആനിനോട് എത്ര കടപ്പാട് കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഷാഫി ഇമാമിനെ നോക്കൂ നിങ്ങൾ. റമദാൻ അല്ലാത്ത എല്ലാ മാസങ്ങളിലും എല്ലാ ദിവസവും ഓരോ ദിവസം ഓരോ ഖത്തും തീർക്കുന്ന ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു റമദാൻ ആയാലോ അതേ ഒരു ദിവസം 2 ഖത്തും തീർക്കുകയാണ്. ഇങ്ങനെ ഒരു മാസം കഴിയുമ്പോഴേക്ക് 60 ഖത്തും തീർക്കുന്നു. മറ്റുള്ള മാസങ്ങളിലൊക്കെ 30 ആണെങ്കിൽ റമദാനിൽ ഡബലാണ്. കാരണം ഇബാദത്തുകൾ അധികരിപ്പിക്കേണ്ട മാസമാണ് റമദാൻ. മറ്റുള്ള മാസങ്ങളുടെ ഇബാദത്തും റമദാനിന്റെ ഇബാദത്തും അത് തുല്യമായി പോകരുത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഞാൻ നിങ്ങളോട് ചോദിച്ചില്ലേ റമദാനിൽ ഏറ്റവും ചുരുങ്ങിയത് എത്ര ഖത്തും? ചില ആളുകൾ റമദാനിൽ 1 ഖത്തും തീർത്തിട്ട് വലിയ സമാധാനിക്കും. പോരാ. റമദാനിൽ 1 ഖത്തും മാത്രം തീർത്താൽ ഖുർആനിനോട് ഹക്ക് ഓൻ വീട്ടിയവനാകൂല എന്നാ പറയണേ. എന്താ കാരണോ? ഞമ്മളോട് ചോദിക്കുക. ഞാൻ നിങ്ങളോടും ചോദിക്കുന്ന വേണ്ട, നിങ്ങൾ എന്നോടും ചോദിച്ചിരണ്ട. ഞമ്മ സ്വന്തം
ഞാൻ എന്നോട് ചോദിക്കുന്നത് നിങ്ങളോട് ചോദിക്കേ, എന്ത് കഴിഞ്ഞ റമദാനിൽ ഞങ്ങൾ ഖത്തം തീർത്തുന്നോ? അള്ളാഹു കബൂലാക്കി തരട്ടെ. കഴിഞ്ഞ റമദാനിൽ ഖത്തം തീർത്തിട്ടില്ലേ? എന്ത് നിങ്ങളൊരു മംഗളത്തിൻ്റെ പേരിലിരിക്കുമ്പോൾ ഇരുന്നതിനാരല്ലേ? കഴിഞ്ഞ റമദാനിൽ ഖത്തം തീർത്തിട്ടില്ലേന്ന്? തീർത്തിന്. ഇനി ഈ റമദാനിൽ നമുക്ക് ഖത്തം തീർക്കണം. അള്ളാഹു ഭാഗ്യം തരട്ടെ. ഈ 2 റമദാൻ്റെ നടുവിൽ കുറേ മാസം കഴിഞ്ഞില്ലേ അല്ലേ? അതിൽ എത്ര ആൾ ഖത്തം തീർത്തിനാര്? ആരും കൈപൊക്കുന്നത് വേണ്ട. ആണുങ്ങളും മനസ്സിരുത്തി ഞാനും ചിന്തിക്ക്, ഉമ്മമാരെങ്കിലും ചിന്തിക്ക്. എന്നാ നിങ്ങൾക്കറിയോ, ഒരു വർഷത്തിൽ 2 തവണ ഖത്തം തീർത്താൽ മാത്രമേ ഫഖദ് അദ്ദാ ഹഖഹു. മുത്തഅല്ലിമീങ്ങളെ ഫത്വൽ മുയിനിലുണ്ടല്ലോ, പരിശുദ്ധ റമദാനിൽ ധാരാളം അധികരിപ്പിക്കേണ്ടത് ഖുർആൻ ഓത്താണ് എന്ന് പറഞ്ഞവിടെ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു മഹാനവരുകൾ പറഞ്ഞു എന്ന് പറഞ്ഞ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയാണ്, വഖാല അബൂ ഹനീഫ, ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, മൻ ഖറഅൽ ഖുർആന ഫീ കുല്ലി സനത്തിൻ മറത്തൈൻ ഫഖദ് അദ്ദാ ഹഖഹു. എല്ലാ വർഷവും 2 തവണ ഖുർആൻ ഓതിയാൽ ഖുർആനിനോടുള്ള ഹക്ക് അവൻ വീട്ടി. അപ്പം നിങ്ങൊന്ന് ആലോചിച്ച് നോക്കി, ഞങ്ങൾ കഴിഞ്ഞ റമദാനിൽ ഖത്തം തീർത്തിന, ഈ റമദാനിൽ ഇപ്പം തീർക്കാൻ പോകുന്നു. അതിൻ്റെ നടുവിൽ ഞങ്ങൾ ഖുർആൻ ഫുള്ളായിട്ട് ഓതിയിട്ട് തീർത്തിട്ടില്ല. നമ്മൾ യാസീൻ ഓതുന്നോ? യാസീന് നാൾക്ക് ഓതുന്നോ? ഓതാത്ത ഉമ്മമാരൊന്നുമില്ല. ഓതുന്നാൽ എല്ലാവരെ കുറിച്ചല്ലോ പറയണേ. ചില ഉമ്മമാരും ചില പുരുഷന്മാരൊക്കെ മാസത്തിൽ ഓരോ മാസം ഖത്തം തീർക്കണ എത്രയോ ആളുകളുണ്ട്. അള്ളാഹു അവരെ ബർക്കത്തുകൊണ്ട് ഞങ്ങൾക്കും അതിനുള്ള തൗഫീക്ക് തരട്ടെ. അതേ സമയത്ത് കഴിഞ്ഞ റമദാനിൽ ഖത്തം തീർത്ത ആളുകൾ ഈ റമദാൻ വരെ ഖത്തം തീർത്തിട്ടില്ല. ഇനിയിപ്പോൾ ഈ റമദാനിൽ ഖത്തം തീർക്കാൻ വേണ്ടി നോക്കുകയാണ് എങ്കിൽ നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് മനസ്സ് കാണിക്കണം, റമദാനിൽ 2 തവണ 2 ഖത്തം തീർക്കണം. അള്ളാഹു ഭാഗ്യം തരട്ടെ. അൽഹംദുലില്ലാ. ഓൻ ദമ്മ് വിടുന്നേന് എന്താ നിങ്ങൾ എന്ത് പറയുന്നറിയില്ല, ശ്വാസം വിടുന്നതാ. എന്ത് ഒരു ഖത്തുമായിന് ഓൻ കട്ടി ഇരുന്നിട്ട് ഒരു ഖത്തുമ് തീർക്കുമ്പോൾ തന്നെ ഓൻ പറയുന്നത് അൽഹംദുലില്ലാ, എന്നെ കൊണ്ട് ഒരു ഖത്തുമായബ്ബാ, അൽഹംദുലില്ലാ. പോരാന്ന് പറയുന്നേ, പോരബ്ബാ, ഒരു ഖത്തുമ് പോരാ. വർഷത്തിൽ 2 ഖത്തുമ് തീർക്കണോ? ഞങ്ങൾ റമദാന് വന്നിട്ട് തന്നെ ഒരു ഖത്തം തീർക്കുന്നെങ്കിൽ ബാക്കിയുള്ള സമയത്ത് നമ്മൾ അനവരെന്ത് അവസ്ഥ എന്ത്? അപ്പൊ അതുകൊണ്ട് നമ്മളൊരു തീരുമാനം എടുക്കണം. ഈ റമദാനിൽ ചുരുങ്ങിയത് കൂടുതൽ എത്ര ഓതാ 10 ഖത്തം തീർക്കണവരുണ്ട്. അതൊന്നും ഞാൻ പറയില്ല. ഏറ്റവും ചുരുങ്ങിയത് 1 ഓതിട്ട് സമാധാനിക്കാൻ പറ്റൂലെന്ന്. കാരണം എന്താ, നമ്മൾ പിന്നെ അടുത്ത റമദാനിലായിരിക്കും പിന്നെ ഖത്തും ഓതുക. അതേ സമയത്ത് അബൂ ഹനീഫ ഇമാം പറഞ്ഞതോ, സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ അബൂ ഹനീഫ ഇമാം പറഞ്ഞ വാക്ക് ഫത്ഹുൽ മുഈനിൽ വെറുതെ പറഞ്ഞതാണോ? മഹാനവരുകൾ പറയാണ്, വർഷത്തിൽ ഒരു 2 ഖത്തും ഓതിയാലേ ഖുർആനിനോട് ഹക്ക് വീട്ടിയവനാകൂ. ഓ സുഹൃത്തുക്കളെ, നമുക്ക് ഏറ്റവും വലിയ ഹക്കല്ലേ അല്ലാഹുവിൻ്റെ കലാമായ പരിശുദ്ധ ഖുർആനിനോട് നമുക്ക് വലിയ ഹക്കുണ്ടല്ലോ. ആ ഖുർആനിനോടുള്ള ഹക്ക് വീട്ടിയവരാകണോ ചുരുങ്ങിയത് റമദാനിൽ ഒരു 2 ഖത്തുമെങ്കിലും ഓതണം കേട്ടോ. ഒരു ഖത്തുമ് മാത്രം ഓതിയിട്ട് നിർത്തണ്ട, ഏറ്റവും ചുരുങ്ങിയത് 2എങ്കിലും ഓതണം. കൂടുതൽ എത്ര വേണമെങ്കിലും ഓതൂ. അത് തന്നെയല്ലേ അബുൽ ലൈത്ത് സമർകന്ദി റളിയല്ലാഹു അൻഹു തന്റെ ബുസ്താൻ എന്ന കിതാബിൽ പറഞ്ഞതും സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈനിൽ അബൂ ഹനീഫ ഇമാം പറയുന്ന വാചകത്തിന്റെ മുമ്പ് മഹാനവരുകൾ പറഞ്ഞില്ലേ, എല്ലാ വർഷവും ചുരുങ്ങിയത് 2 വട്ടമെങ്കിലും ഖുർആൻ ഫുള്ളായിട്ട് ഓതി തീർക്കണം കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞത് ആ രൂപത്തിൽ റമദാനിൽ ചുരുങ്ങിയത് 2 ഖത്തും ഓതി തീർക്കണം എന്ന് ഞാൻ പറഞ്ഞത് വെറുതെയല്ല. അബുൽ ലൈസ് സമർകന്ദി റളിയല്ലാഹു അൻഹു പറഞ്ഞതിന്റെ താല്പര്യമാണത്. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞതിന്റെ താല്പര്യമാണത്. ഇനി ഒന്നും കൂടി പറയട്ടെ സുഹൃത്തുക്കളെ, അങ്ങനെ ധാരാളം ഖത്തുമുകൾ അങ്ങ് തീർക്കണോ. ലൈലത്തുൽ ഖദർ കിട്ടി എന്ന് ഉറപ്പിക്കാനുള്ള ന്യായം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു.
ഇതുപോലെ നിയ്യത്തിന്റെ വിഷയം പറഞ്ഞു. അതുപോലെ ഖുർആൻ ചുരുങ്ങിയത് എത്ര ഓതണം റമളാനിൽ എന്നും പറഞ്ഞു. ഇനി പറയട്ടെ, പുരുഷന്മാർ കഴിവിന്റെ പരമാവധി റമളാനിന്റെ അവസാനത്തെ 10 പള്ളിയിൽ ഇഅ്തികാഫിരിക്കാൻ ഒരുങ്ങിക്കോ. എങ്ങനെയാണ് അവസാനത്തെ 10ലെ ഇഅ്തികാഫ്? അതിന്റെ രൂപം ഇമാമിങ്ങൾ കിതാബിൽ പറഞ്ഞിട്ടില്ലേ? പഴയ കാലത്തുള്ള മഹാന്മാർ, ആ മഹാന്മാരൊക്കെ പള്ളിയിൽ ഇഅ്തികാഫിരിക്കലെങ്ങനെ? ബാപ്പാനെ വിളിച്ചാൽ ബാപ്പാനെ ഫോണിൽ കിട്ടൂല. മോനെ വിളിക്കും, മോനോട് ചോദിക്കും, മോനെ എന്താടാ ബാപ്പാനെ കിട്ടാത്തെ? ബാപ്പ കിട്ടൂല ഉസ്താദ്. എന്തേ? ബാപ്പ പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്നിന്, ഇനി പെരുന്നാളല്ലാതെ ബാപ്പ വരുന്നില്ല, പള്ളിയിൽ തന്നെ ഇഅ്തികാഫ്. ഞങ്ങളെല്ലാം വേണ്ടതെല്ലാം പള്ളിക്ക് തന്നെ കൊണ്ടുപോയി കൊടുക്കുന്ന ബാപ്പാക്ക്. അതാ വല്ലാത്തൊരു ഇഅ്തികാഫ്. അതാണ് തുടരെ 10 ദിവസം അത്യാവശ്യത്തിന് വേണ്ടി മാത്രം പുറത്തു വരുന്നു. ടോയ്ലറ്റിൽ പോകാൻ, വാഷ്റൂമിൽ പോകാൻ, ബാത്റൂമിൽ പോകാൻ, ബാക്കിയൊക്കെ ഉള്ളിലാണ്. ഇഅ്തികാഫ് ഫുള്ളായിട്ട് നവൈത്തുൽ ഇഅ്തികാഫ് ഫി ഹാദൽ മസ്ജിദി ലില്ലാഹി തആല. തീരുമാനിക്കണം, ഈ റമളാനിലെ അവസാനത്തെ 10 ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ 10ൽ ഇഅ്തികാഫ് തന്നെ. ഇതുപോലെ ഇഅ്തികാഫ് ഇരിക്കണം. 20 നോമ്പങ്ങ് കഴിഞ്ഞാൽ 21ാമത്തെ നോമ്പിന്റെ രാവിൽ പള്ളിയിൽ കയറിയാൽ പിന്നെ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ടാണ് പള്ളിയിൽ നിന്ന് വരുന്നത്. ആ നല്ല ഇഅ്തികാഫ് അത് വലിയ പവറുള്ളതാണല്ലോ. എന്നാൽ സുഹൃത്തുക്കളെ, ആ ഇഅ്തികാഫിന് കിട്ടുന്ന പ്രതിഫലം അത് ബാത്തിലായി പോകുന്നു. ഇമാം സൈനുദ്ദീനിൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫതുഹ് പറയുന്നത് ഖാല ഫിൽ അൻവാരി, അൻവാർ എന്ന കിതാബിൽ ഉണ്ട് എന്നാണ്. എന്താണ് അൻവാർ എന്ന കിതാബിൽ ഉള്ളത്? യബ്തുലു സവാബുൽ ഇഅ്തികാഫി, 3 കാര്യങ്ങളെ കൊണ്ട് ഇഅ്തികാഫിരുന്നതിന്റെ പ്രതിഫലം ബാത്തിലായി പോകുന്നു. മഹാനവരുകൾ പറയാണ് എന്ന് അൻവാർ എന്ന കിതാബിൽ ഉണ്ട്. ഇഅ്തികാഫിന്റെ പ്രതിഫലം 3 കാര്യങ്ങളെ കൊണ്ട് നഷ്ടപ്പെടുന്നു. ഏതാണ് ഇഅ്തികാഫിന്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തുന്ന 3 പ്രവർത്തനങ്ങൾ? ഏതാണ്? 1 ബിശ്ശത്മി, ചീത്ത പറയലുണ്ട്. വേറെ ഒരാളെ ചീത്ത പറഞ്ഞു, വേറെ ഒരാളെ ചീത്ത പറഞ്ഞാൽ ഇഅ്തികാഫിന്റെ പ്രതിഫലം ബാത്തിലാണ്. അങ്ങനെയാണ് മഹാനവരുകളെ കിതാബിൽ പറയുന്നത്. അപ്പൊ ഇഅ്തികാഫ് ഇരിക്കുന്നവരും റമളാന് സദുപയോഗപ്പെടുത്തുന്നവർ ഒരിക്കലും മറ്റൊരാളെ ചീത്ത പറഞ്ഞുകൂടാ. എന്തിനേരെ പറയണോ? അതുകൊണ്ടാണല്ലോ ഇദാ ശതമക അഹദുൻ, മഹാന്മാര് പറഞ്ഞില്ലേ, റമളാനിൽ നീ ഇങ്ങനെ നോമ്പ് നോൽക്കാണ്, അപ്പൊ ആരോ ഒരാൾ വന്നിട്ട് നിന്നെ ചീത്ത പറഞ്ഞു. എന്നാൽ ഫൽയഖുൽ ഫീ നഫ്സിഹി, അതാ അവനവന്റെ മനസ്സിൽ പറഞ്ഞോട്ടെ. ഒരാൾ വന്നിട്ട് പൊലിച്ച ചീത്ത പറയാണ് നോമ്പില്. ചില മനുഷ്യന്മാർക്ക് നോമ്പല്ലാത്തൊന്നും വ്യത്യാസം ഉണ്ടാവില്ല, അങ്ങനെയുണ്ടാവും. വന്നിട്ട് ചീത്ത തന്നെ പറച്ചില്. എന്നാൽ എന്നെ ചീത്ത പറയുമ്പോൾ, നിങ്ങളെ ചീത്ത പറയുമ്പോൾ ഞാനും നിങ്ങളും അവിടെ നിന്ന് എന്താ പറയണ്ടേ? മനസ്സിൽ പറയാ. എന്താ പറയണ്ടെന്ന് അറിയോ? ഇന്നീ സ്വായും, ഞാൻ നോമ്പുകാരനാണെന്ന് പറയാം. മനസ്സിൽ പറയാം, നാവ് കൊണ്ട് പറയണ്ട. പിന്നെ നാവ് കൊണ്ട് പറയാ. എപ്പോൾ അറിയോ? അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ വലിയ ആളെന്ന ചിന്ത കൽബിൽ വരുന്നില്ലെങ്കിൽ അല്ലേ, ഞാനിങ്ങനെ ഇന്നീ സായും എന്ന് പറയുമ്പോൾ പരിസരത്തുള്ള ആളുകൾക്ക് എത്ര നല്ല മനുഷ്യൻ പോവാ ഇയാൾ എന്ന ആളുകളിങ്ങനെ പറഞ്ഞു പോകും. എൻ്റെ മനസ്സിൻ്റെ നീയത്വം അങ്ങനെ തന്നെയാണ്. ആളുകൾ എന്നെക്കുറിച്ച് അങ്ങനൊന്ന് വിലയിരുത്തട്ടെ എന്ന് പറഞ്ഞിട്ട് 4 ആൾ അങ്ങനെ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനല്ല, മനസ്സിൽ പറയാ. ആദ്യം അങ്ങനെയാണ്, മനസ്സിൽ പറയാ. ഇനി അതല്ല, നാവ് കൊണ്ടും പറയാ. എപ്പോ? ലോകമാന്യ ചിന്ത കൽബിൽ കടന്നു വരുന്നില്ലെങ്കിൽ നാവ് കൊണ്ടും പറയാം. അപ്പൊ ഒന്നാമത്തത് ചീത്ത പറച്ചിൽ, അത് പാടില്ല, നിർത്തണം. റമളാനിൽ പ്രത്യേകം ചീത്ത പറച്ചിൽ നിർത്തണം. ആയിക്കോട്ടെ ഉസ്താദെ, ഇനി ഞാൻ റമളാനിൽ ചീത്ത പറയില്ല, റമളാൻ കഴിഞ്ഞിട്ട് നോക്കാം ബാക്കി. അങ്ങനെ ആകാൻ പറ്റൂല. റമളാനിൽ ചീത്ത പറച്ചിൽ നിർത്തിയ ഞാനും നീയും പിന്നെ മരണം വരെ അത് നിലനിർത്തണോ?
എന്നാലേ റമളാനിൽ ചീത്ത പറച്ചിൽ നിർത്തിയത് കൊണ്ട് ഗുണം കിട്ടുകയുള്ളൂ, നേട്ടം കിട്ടുകയുള്ളൂ. ഇരിക്കട്ടെ, ഇനി ഇഅ്തികാഫിന്റെ പ്രതിഫലത്തെ ബാത്തിലാക്കി കളയുന്ന രണ്ടാമത്തെ കാര്യം ഔ ബിൽ ഗീബ, മറ്റുള്ളവരെ ഗീബത്ത് പറയൽ കൊണ്ടാണ്. മറ്റുള്ളവനെ ഗീബത്ത് പറയുന്നു, കുറ്റം പറയുന്നു. അതേ ഗീബത്ത് പറയുന്നത് അത് ഉള്ളതാണെങ്കിൽ പോലും ഇഅ്തികാഫിന്റെ പ്രതിഫലത്തെ ബാത്തിലാക്കി കളയുന്നു. ഇനി മൂന്നാമത്തെ കാര്യം ഏതാണ്? വബിഅക്ലിൽ ഹറാമി, ഹറാം ഭക്ഷിക്കൽ കൊണ്ട് ഇഅ്തികാഫിന്റെ പ്രതിഫലം ബാത്തിലാകുന്നു. ഓ ജനങ്ങളെ, ഒരിക്കലും ഹറാം കഴിച്ചു പോകരുത്, ഹറാം തിന്നു പോകരുത്. ഹറാം കഴിക്കുന്നത് നിർത്തണം, ഹറാം ഭക്ഷിക്കുന്നത് നിർത്തണം. ഭാര്യമാർക്കും മക്കൾക്കും ഉമ്മ ബാപ്പമാർക്കും ഹറാം തീറ്റിച്ചു പോകരുത്. ഇതിന്റെ അർത്ഥം എന്താണ്? ഇത് കേവലം ഒരു ഇഅ്തികാഫിന്റെ കാര്യമാണോ? ഇഅ്തികാഫ് ഒരു പ്രധാനപ്പെട്ട അമലല്ലേ? അപ്പൊ അമലുകളുടെ പ്രതിഫലം ബാത്തിലായി പോകുന്ന കാര്യമാണ് ഹറാം കഴിക്കൽ കേട്ടോ. അപ്പൊ ഹറാം കഴിക്കൂല എന്ന ഒരു തീരുമാനം വേണം. ഇനി ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞ് ഞാൻ എൻ്റെ ഇന്നത്തെ വാല് ചുരുക്കുന്നു. പരിശുദ്ധ റമളാനിന് ഒരുങ്ങി നിൽക്കുന്ന മുഅ്മിനുകൾ, ഖുർആനിൽ സൂറത്തുർ റൂമിൽ അല്ലാഹു തആല പഠിപ്പിച്ചൊരു കാര്യമുണ്ടല്ലോ. ആ സൂറത്തുർ റൂമിൽ അല്ലാഹു തആല എന്താ പറയുന്നത്? ഓ ജനങ്ങളെ, എല്ലാവരുടെയും സാമ്പത്തിക ശേഷി ഒരുപോലെയല്ല. എല്ലാവരുടെയും സാമ്പത്തിക ശേഷി ഒരുപോലെയാണോ? അല്ല. അവലം യറൗ അന്നല്ലാഹ യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ. ചില ആളുകൾക്ക് അല്ലാഹു തആല നന്നായി കൊടുക്കും, വേറെ ചില ആളുകൾക്ക് വയഖ്ദിർ, അല്ലാഹു തആല കുറച്ചേ കൊടുക്കുള്ളൂ. ചില ആളുകൾക്ക് അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കും, വേറെ ചില ആളുകൾക്ക് അല്ലാഹു തആല കുറച്ചേ കൊടുക്കുള്ളൂ. എന്നാൽ നല്ല ഉള്ള ആളുകൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ നല്ല ഉള്ളതാകണമെന്നില്ല, ഇല്ലാത്ത ആളുകളെക്കാൾ കുറച്ച് എനിക്കുണ്ട് എന്നുള്ളവരെന്ത് ചെയ്യണം? അവര് ചെയ്യേണ്ടുന്നത് കിറ്റ് വിതരണം ചെയ്യണം. അതാണ് സൂറത്തുർ റൂമിൽ അല്ലാഹ് പറയുന്നത്, ഫആതിദൽ ഖുർബാ ഹഖഹു വൽ മിസ്കീന വബ്നസ് സബീൽ ذلك خير للذين يريدون وجه الله وأولئك هم المفلحون. ഓ മറ്റുള്ളവനേക്കാൾ നിങ്ങൾക്കൊരൽപ്പം അതാ സാമ്പത്തിക ശേഷിയുണ്ടോ, എന്നാൽ തീരെ എന്നെ പോലെ സാമ്പത്തിക ശേഷി ഇല്ലാത്ത ആളുകളില്ലേ, അവർക്ക് നിങ്ങൾ കഴിവിൻ്റെ പരമാവധി അതാ നിങ്ങൾ എത്തിക്കേണ്ട വിഭവങ്ങൾ എത്തിക്കണം, നിങ്ങളെ സഹായം അവർക്ക് എത്തിക്കണോ. നിങ്ങളതാ കിറ്റ് വിതരണം ചെയ്യണം. റമളാൻ കിറ്റ് എന്നെ കൊണ്ട് പാവപ്പെട്ടവരുടെ വീടുകളിലേക്ക് പ്രത്യേകിച്ചു, അല്ലാതെ പൊതുവായും റമളാൻ നോമ്പ് തുറപ്പിക്കുന്ന പ്രതിഫലം അതിലൂടെ കിട്ടുമല്ലോ. എല്ലാവർക്കും നൽകുന്നതോടൊപ്പം പാവപ്പെട്ട ആളുകളെ പ്രത്യേകം തെരഞ്ഞെടുത്ത് അവർക്ക് നിങ്ങൾ അതാ റമളാൻ കിറ്റ് വിതരണം ചെയ്യുമ്പോൾ ഒരു കാര്യം പറയട്ടെ, ഖുർആൻ പറഞ്ഞില്ലേ, റമളാൻ കിറ്റ് മാത്രമല്ല, നിങ്ങൾ എന്ത് സഹായം ആർക്ക് എപ്പോൾ എവിടുന്ന് ചെയ്യുമ്പോഴും അവിടെ ഏറ്റവും കൂടുതൽ നിങ്ങൾ പ്രാമുഖ്യം കൽപ്പിക്കേണ്ടത് ആർക്കാണ്? അതാണ് സൂറത്തുർ റൂമിൽ അല്ലാഹ് പറയുന്നത്, ഫആതിദൽ ഖുർബാ ഹഖഹു വൽ മിസ്കീന വബ്നസ് സബീൽ. മറ്റുള്ള പാവങ്ങളെ അല്ലാഹ് പിന്നെ പറഞ്ഞതാണ്, മിസ്കീന്മാരെ പിന്നെ പറഞ്ഞതാണ്. ഒന്നാമതായി അല്ലാഹ് പറഞ്ഞത് ഫആതിദൽ ഖുർബാ ഹഖഹു, നിങ്ങളെ കുടുംബത്തിൽപ്പെട്ടവർക്ക് നിങ്ങളതാ കിറ്റ് കൊടുക്കാൻ മറന്നു പോകരുത്. ഓ
സംഘടനാ പ്രവർത്തകരെ, സംഘടനാ ലെവലിൽ സാന്ത്വന പ്രവർത്തനം നടക്കുന്നു, റിലീഫ് പ്രവർത്തനം നടക്കുന്നു. ഇതുപോലെ വേറെ പലരും അതാ സാന്ത്വന പ്രവർത്തനങ്ങളും റിലീഫ് പ്രവർത്തനങ്ങളും റമളാൻ കിറ്റ് വിതരണം ചെയ്യുമ്പോ എൻ്റെ കുടുംബത്തിൽപ്പെട്ട പാവപ്പെട്ടവരെ വീട്ടിലേക്ക് റമളാൻ കിറ്റ് എത്തിയിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് നന്നായി ഒന്ന് ചിന്തിക്കണം കേട്ടോ. അവിടെ സ്വന്തം കുടുംബത്തിന് പ്രാമുഖ്യം കൽപ്പിക്കണം. ഇത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയാണ്.